ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വിഷ്ണു പ്രശാന്താണ്. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെയിം തന്നെ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റി ആയിട്ടാണ്. യങ് പ്രൊഫഷണൽ സ്കീം വിസ. സോ നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. സോ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ എനിക്ക് കുറേ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതായത് റൈറ്റ് ആയിട്ടുള്ള ലിങ്കിലല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് നേരെ യൂത്ത് മൊബിലിറ്റിന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിന് പ്രീവിയസ് ആയിട്ടുള്ള യൂത്ത് മൊബിലിറ്റി വിസയുടെ ഡീറ്റെയിൽസിലോട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാലറ്റിലോട്ടല്ല അപ്ലൈ ചെയ്യുന്നത്. സോ ഒരു വിസ പ്രോസസ്സിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് നമ്മുടെ ലിങ്ക്. ആ ത്രൂ ലിങ്കിൽ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. സോ ഒന്നുകൂടി പറയാം, നമ്മൾ നേരെ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എൻ്റർ ബാലറ്റ് എന്ന് കാണും. അതൊരു ഇംഗ്ലീഷ് നീല നിറത്തിലാണ് അത് എഴുതിയേക്കുന്നത്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ അത് നേരെ റീഡയറക്റ്റ് ചെയ്ത് ക്യൂവിലേക്ക് പോകും. മേ ബി ക്യൂ കുറവായിരിക്കും. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസാണ് നിങ്ങൾ അതിൽ കൊടുക്കേണ്ടത്. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ഐ ഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ വീണ്ടും നിങ്ങളെ ഒരു വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. സോ അവിടെയാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ പിന്നെ ഉള്ള മെയിൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം എക്സാക്റ്റ് പാസ്പോർട്ടിൽ എന്താണോ, സർനെയിം ഉണ്ട്, ചിലവർക്ക് മിഡിൽ നെയിം കാണും, ദെൻ നമ്മുടെ ഫാമിലി നെയിം കാണും. സോ അപ്പം ഇത് കൃത്യമായിട്ട് പാസ്പോർട്ടിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് ആ സെയിം രീതിയിൽ വേണം നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കാൻ. അപ്പം കുറേ പേർക്ക് ചിലപ്പം നമ്മുടെ പാസ്പോർട്ടിൽ ഇൻഷ്യൽ കാണില്ല. അതിന് പകരം അത് ഫുൾ നെയിമായിട്ടായിരിക്കും. ഇപ്പം വീട്ടുപേരും കൂടി ചേർത്തിട്ടായിരിക്കും ചിലപ്പം എല്ലാവർക്കും. അത് നമ്മുടെ സർട്ടിഫിക്കറ്റിലേക്ക് വരുമ്പോൾ അത് ചിലപ്പം ഇൻഷ്യലായിരിക്കും. സോ പാസ്പോർട്ടിൽ എങ്ങനെയാണോ എക്സാക്റ്റ് സെറോക്സ് കോപ്പി പോലെ ആയിരിക്കണം നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് രണ്ട് കാര്യം മെയിനായിട്ട് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. എപ്പോഴും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെച്ച് അത് നോക്കി വേണം. ഈച്ച് ആൻഡ് എവരി സ്പെല്ലിങ് കറക്റ്റ് ആണെന്ന് നിങ്ങൾ രണ്ടാമതും റീവാലിഡേറ്റ് ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. സോ ഇത് ഒറ്റവട്ടം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ റിമൂവ് ചെയ്യും. സോ അത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എനിക്ക് കുറേ എൻക്വയറീസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ലിങ്കിൽ ഇങ്ങനെ കയറുമ്പോൾ ഞങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ഈ ലിങ്കിൽ ഇങ്ങനെ കയറുമ്പോൾ ഞങ്ങൾക്ക് വേറെ കുറേ വിസ കാറ്റഗറി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് വിസയാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ചോദിക്കില്ല. നിങ്ങൾക്കൊരു ബാലൻസ് സിസ്റ്റം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. സോ നാളെ 1:30 വരെ നമുക്ക് ടൈമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയുടെ താഴെയും ആ ഒരു എക്സാക്റ്റ്, അതായത് ബാലറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സെക്കൻഡ് തോട്ടിൻ്റെ ആവശ്യം വേണ്ട. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ നമ്മുടെ UK ഹോം ഓഫീസിൻ്റെ സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ചെയ്യുക. അപ്പം എൻഷുർ ചെയ്യുക, ഡബിൾ ചെക്ക് ചെയ്യുക, നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷനും എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. കാരണം നാളെയും കൂടി ഉള്ളൂ ടൈം. മാക്സിമം അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇതൊരു 600 വിസയാണ്. സോ ഹോപ്പ്, നമുക്ക് അറിയില്ല നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് വരുന്നതെന്ന്. നമ്മൾ ചിലപ്പോൾ ഒരു നിസ്സാര ഒരു ടൈം പാസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സോ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യുക. എല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് 18 മുതൽ 30 വയസ്സ് വരെ പുറത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർ, അതായത് UK ഒന്ന് വരാൻ, വർക്ക് ചെയ്യാൻ, അതായത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം നമുക്ക് ഓരോന്നും എക്സ്പീരിയൻസ് ആണല്ലോ. കാരണം നമുക്ക് 2 വർഷം കിട്ടുന്നുണ്ട്. ഈ 2 വർഷം പുതിയൊരു രാജ്യം, പുതിയൊരു കൾച്ചർ, അത്രയും വലിയ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു കൾച്ചർ ആണ് ഈ UK. കാരണം ലണ്ടനിലുള്ളത്, അതായത് UK എന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തുള്ള ഒട്ടുമിക്ക എല്ലാ രാജ്യക്കാരും ഉണ്ടിപ്പോൾ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൾച്ചറും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ അത്രയും നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ നോക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, സി യു.